നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, കുറുമ്പ് കാണിച്ച് കുശുമ്പ് കാണിച്ച് രണ്ടുപേരും 2 മുറിയിൽ കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ചികിത്സക്ക് വന്നിരുന്ന ഒരു സ്ത്രീ, ഭർത്താവ് മരണപ്പെട്ടു. അതിന്റെ ഭർത്താവ് മരണപ്പെട്ട ദുഃഖം മാറ്റാനല്ല, കുറ്റബോധം മാറ്റുവാൻ. എന്തിന്? അവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും ഇടയ്ക്കിടെ. പക്ഷെ ഉടനെ ഈ സ്ത്രീ ഭർത്താവിൽ നിന്ന് മാറി മറ്റൊരു റൂമിൽ പോയി കിടന്നുറങ്ങും. പതിവ് പോലെ മറ്റൊരു ദിവസവും അതുപോലെ ചെയ്തു. രാവിലെയായി, ഏകദേശം 7 മണിയായപ്പോ മകളുടെ നിർബന്ധപ്രകാരം വാപ്പാനെ പോയി നോക്കുകയാണ്. ഉമ്മ അപ്പാനൊന്ന് പോയി നോക്കി, നിങ്ങളെ കുയിന്തും നിങ്ങൾ മാറ്റിവെക്കി, നിങ്ങളെ കുറുമ്പും വാശിയൊന്ന് മാറ്റിവെക്കി. ഉമ്മ ചെന്ന് നോക്കുമ്പോ ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ കിടക്കുകയാണ് വാപ്പ. അന്ന് തഹജ്ജുദില്ല, അന്ന് സുബഹില്ല, അതൊന്നും നിസ്കരിച്ചിട്ടില്ല, ഉമ്മോട്ട് വിളിച്ചിട്ടുമില്ല. ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ നിന്നും വിളിച്ചു നോക്കി, വിളി കേൾക്കുന്നില്ല. കുറെ തവണ വിളിച്ചപ്പോ ഒന്ന് തൊട്ട് നോക്കാമെന്ന് വിചാരിച്ചു, തട്ടി നോക്കി, ഉണരുന്നില്ല. അവസാനം നേരെ കിടത്തി നോക്കിയപ്പോൾ നേരെ കിടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, ആ ചുരുണ്ടുകൂടിയ അവസ്ഥയിൽ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 8 മണിക്കൂറുകൾക്ക് മുമ്പേ മരണം പുൽകിയ ആ മനുഷ്യൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ ഇപ്പോഴും അതിന്റെ ദുഃഖത്തിലാണ്. ഒന്ന് ക്ഷമ ചോദിക്കുവാൻ കഴിഞ്ഞില്ല, ഒന്ന് പുറത്തു തരാൻ പറയാൻ സാധിച്ചില്ല. എന്തെല്ലാം പങ്കുവെക്കാനിരുന്നിരിക്കും അദ്ദേഹം ആ നിമിഷത്തിൽ. പ്രിയപ്പെട്ടവൾ ജീവനോടെ ഉണ്ടായിട്ടും അരികിലില്ലാതെ മരണപ്പെട്ട അവസ്ഥ. വർഷങ്ങൾക്കിപ്പുറം ഇന്നും അവർ ആ ദുഃഖം അനുഭവിക്കുകയാണ്. മക്കളൊക്കെ വെറുത്തു. നിങ്ങൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ കുറുമ്പും കുശുമ്പും കൊണ്ട് നടക്കുമ്പോൾ അത് ദീനല്ല, അത് ഇസ്ലാം അല്ല. നമുക്കറിയാം, നമുക്കൊരു ധാരണയും ബോധ്യമൊക്കെ ഉണ്ടാവും. 5 നേരം നിസ്കരിച്ചാല് ദിക്റും സ്വലാത്തും തക്ബീറൊക്കെ ആയിട്ട് കൊണ്ടു നടന്നാലും നമുക്കൊക്കെ സ്വർഗം കിട്ടുന്നു. അതേ അർത്ഥത്തിലും ആഴത്തിലും ദീന് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബന്ധം മുറിച്ചവരാണ് എങ്കിൽ നിസ്കരിക്കണ്ട, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. എന്റെ വാക്കുകൊണ്ടോ എന്റെ പ്രവർത്തികൾ കൊണ്ടോ എന്റെ ചിന്തകൾ കൊണ്ടെങ്കിലും എന്റെ കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ, ഞാനുമായി ബന്ധപ്പെട്ട എന്റെ കുടുംബത്തിനുള്ളിൽ ചെറിയ ഒരു അകൽച്ച, ചെറിയ ഒരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ എന്റെ നിസ്കാരം വിസ്ഫലമാണ്. എന്റെ നിസ്കാരത്തിന് ഫലമില്ല, അത് സ്വീകരിക്കുകയില്ല, എന്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല.